പാലക്കാട്ടെ പരാജയം ഇപ്പോൾ ബി ജെ പിയിൽ വലിയ തർക്കവും പൊട്ടിത്തെറിയിലേക്കും എത്തിയിരിക്കുകയാണ്. ഈ പരാജയത്തിന് പിന്നാലെ സുരേന്ദ്രനെ ടാർഗറ്റ് ചെയ്താണ്, ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ബി ജെ പിയിലെ പല നേതാക്കളും മുന്നോട്ട് പോകുന്നത്. പല പ്രാദേശിക നേതാക്കളും അതോടൊപ്പം തന്നെ നഗരസഭയിലെല്ലാം രഹസ്യമായി നാം സംസാരിക്കുമ്പോൾ അവരെല്ലാം ലക്ഷ്യമിടുന്നത് സുരേന്ദ്രൻ്റെ രാജിയാണ്. അതോടൊപ്പം തന്നെ സി കൃഷ്ണകുമാറിലൂടെ തന്നെ സുരേന്ദ്രനെ കീഴടക്കുക. ഇപ്പോൾ എന്തായാലും കോഴിക്കോടും ഇത്തരത്തിലൊരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അത് കുറുവാ സംഘവുമായി ബന്ധപ്പെട്ട് അറിയാലോ, ആലപ്പുഴയിൽ കുറുവാ സംഘം ഉണ്ടായിരുന്നല്ലോ, അത്തരത്തിൽ വലിയ വാർത്തയായ ഒരു സംഭവമായിരുന്നു. ഇപ്പോൾ ഈ കുറുവാ സംഘവുമായാണ് സുരേന്ദ്രനെ താരതമ്യം ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സുരേന്ദ്രൻ്റെ പക്ഷത്തുള്ള രഘുനാഥ്, മുരളീധരൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് ഇപ്പോൾ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. സുരേന്ദ്രൻ്റെ കാലം കഴിഞ്ഞോ? ഇതിനകത്തുള്ളൊരു വിഷയമെന്ന് പറഞ്ഞാൽ ശരിക്കും വെളിയിൽ നിന്ന് പറയുന്ന കണക്കല്ല. സുരേന്ദ്രൻ്റെ കാലം എന്ന് പറഞ്ഞാൽ സുരേന്ദ്രൻ്റെ പ്രസിഡന്റ് സ്ഥാനം കാലാവധി കഴിയുന്നതാണ്. പിന്നെ സുരേന്ദ്രനെ പുറത്താക്കുന്നതിനകത്ത് അതൊരു അപ്രസക്തമായ കാര്യമാണ്. അത് ബി ജെ പിക്ക് അകത്തുള്ള നേതാക്കന്മാർക്കറിയാം. പിന്നെ ഇതിനകത്ത് ബി ജെ പിക്ക് അകത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നേതൃത്വത്തിന് വേണ്ടിയുള്ളൊരു കടിപിടിയാണ്. അത് താഴെ തൊട്ട് മേളേറ്റം വരെയുണ്ട്. അത് ബി ജെ പിക്ക് അകത്ത് ആർ എസ് എസിൻ്റെ സ്വഭാവത്തിന് പുറത്തു നിന്ന ആൾക്കാരുടെ കടന്നുകയറ്റവും, അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ ഭാഗമായിട്ട് വന്നവർ ആർ എസ് എസിൻ്റെ സ്വഭാവം മറന്നുകൊണ്ട് പാർട്ടി നേതൃത്വത്തിനും അല്ലെങ്കിൽ പണത്തിൻ്റെയൊക്കെ പുറകെ പോകുന്നതിൻ്റെ ഒരു ഭാഗമാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ പാലക്കാട്, ഈ പറഞ്ഞതുപോലെ പാലക്കാട്ട് പരാജയം സംഭവിച്ചു. അതിനകത്ത് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പാർട്ടിയാണ് ഈ കേരളം ഭരിക്കുന്ന പാർട്ടിയാണ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി എവിടെ പരാജയപ്പെട്ടു. അവർക്ക് ഈ പറയുന്ന പോലെ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല. അവർ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടി കുറച്ച് മുമ്പോട്ട് വന്നിട്ടുള്ളതേ ഉള്ളൂ. പക്ഷേ ബി ജെ പിയുടെ പരാജയം, ബി ജെ പി എന്തോ ഇവിടെ നേരത്തെ ജയിച്ചിരുന്നല്ലോ, ബി ജെ പിക്ക് ജയിക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലം മനസ്സിലാവുന്നു. ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ ലോക്സഭയിൽ കിട്ടിയ സീറ്റ് അത്രത്തോളം അല്ലെങ്കിൽ ബി ജെ പിയുടെ വോട്ട് അവിടെ കുറഞ്ഞിട്ടുമില്ല. അപ്പോഴും മാധ്യമങ്ങളും അല്ലെങ്കിൽ പാലക്കാട്ട് ബി ജെ പിയുടെ നേതാക്കന്മാരും പുറത്തുനിന്നുള്ള നേതാക്കന്മാരും എല്ലാവരും കൂടി ബി ജെ പിക്ക് എന്തോ സംഭവിച്ചു എന്നുള്ള രീതിയിലേക്ക് ഒരു പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്ത്യയിലുടനീളം ബി ജെ പിയുടെ കടന്നുകയറ്റം, ബി ജെ പിയുടെ വളർച്ച, അത് കേരളത്തിലും അതിന് സമാനമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതിന് അസ്വസ്ഥമാകുന്ന ആരൊക്കെയോ ഇതിനകത്തുണ്ട്. അതിനകത്ത് ഈ ബി ജെ പി അത് മനസ്സിലാക്കാതെ പാർട്ടിക്കകത്ത് നിൽക്കുന്ന കുറേ ആൾക്കാർ നേതൃത്വത്തിന് വേണ്ടി, അല്ലെങ്കിൽ പാർട്ടി നാളെ കാലത്ത് എം എൽ എയോ എം പിയോ ഒന്നും ഉണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല, ഇതിന് നേതൃത്വത്തിലിരുന്നാൽ അല്പം ഭക്ഷണമൊക്കെ കഴിച്ച് വൃത്തിയായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് പോകാമെന്ന് വിചാരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഇതിൻ്റെ നേതൃത്വത്തിൽ വരാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ നേതൃത്വത്തിൽ കടിച്ചു തൂങ്ങിയിരിക്കാൻ താല്പര്യപ്പെടുന്നതുകൊണ്ടൊക്കെയാണ് ഈ സംഭവിക്കുന്നത്. അതായത് ഈ സംഭവം ബി ജെ പിക്ക് അത് വലിയ വിഷയമാണെന്ന് കാണിച്ച് 1.5 കൊല്ലത്തിനപ്പുറം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ ബി ജെ പിക്ക് ഒരു 10-15 സീറ്റ് 20 സീറ്റ് വരെ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പ്രതിപക്ഷത്ത് നിൽക്കുന്ന പാർട്ടികൾ പോലും ആശങ്കപ്പെടുന്ന സമയത്താണ് ബി ജെ പിയെ നശിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രചരണം നടക്കുന്നത്. അത് ബി ജെ പിക്ക് അകത്തുനിന്ന് നടക്കുന്നു, ബി ജെ പിക്ക് പുറത്തുനിന്ന് മാധ്യമങ്ങൾ ബി ജെ പിക്ക് അനുകൂലമേ അല്ല, മനസ്സിലാവുന്നില്ല. ഇപ്പം നമ്മൾ ഏറ്റവും അവസാനം കണ്ടതെന്ന് പറഞ്ഞാൽ ഈ വിഷയം കേരള വ്യാപകമായിട്ട് വരുന്നു. അത് പോസ്റ്റർ യുദ്ധത്തിലേക്ക് വരുന്നു. ഈ പോസ്റ്റർ യുദ്ധം എന്ന് പറഞ്ഞാൽ ബി ജെ പിക്കാർ ചെയ്തതാവണമെന്നില്ലല്ലോ. രാത്രിയുടെ മറവിൽ പോസ്റ്റർ ഒട്ടിക്കുന്നത് വേറെ ആരെങ്കിലും ആയിക്കൂടായില്ലല്ലോ. നമുക്ക് മനസ്സിലാവേണ്ട ഒരു രാഷ്ട്രീയം. പാലക്കാട്ട് നിന്ന് സന്ദീപ് വാര്യർ വെളി വരുന്നു. സന്ദീപ് വാര്യറിനെ ഏറ്റെടുക്കുന്നത് കോൺഗ്രസ് ആണെങ്കിലും സന്ദീപ് വാര്യരെ കൊണ്ടു നടക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. ഈ പൊളിറ്റിക്കൽ ഇസ്ലാം സന്ദീപ് വാര്യരെ കൊണ്ടു നടക്കുമ്പോൾ ആ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഉദ്ദേശം എന്താണ്? ബി ജെ പി തകർക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ മറവിൽ ഈ കേരളത്തിലുടനീളം പോയി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സേവ് മാർക്സിസ്റ്റ് CPM എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണ്ടിറങ്ങിയതുപോലെ ആ പ്രതിസന്ധി ഘട്ടത്തിൽ ഇറങ്ങിയല്ലോ. ഇപ്പോൾ കേഡർ പാർട്ടിയാ ബി ജെ പി, അതിനെതിരെ ഒരു പോസ്റ്റർ ഇട്ടു. അതിപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വരട്ടെ. അപ്പം ഈ പറഞ്ഞതുപോലെ ബി ജെ പിക്കകത്തെ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാണ് വരുത്തി തീർത്ത് ബി ജെ പിക്ക് വേണ്ടി നാളെ കാലത്ത് വോട്ട് ചെയ്യാനിരിക്കുന്നവർ ബി ജെ പി ഇത്രയും പ്രശ്നമുള്ള പാർട്ടിയാണെന്ന്, ബി ജെ പി ശരിയല്ലെന്ന് കണ്ട് ബി ജെ പിക്കെതിരെ തിരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. കാരണം ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുടനീളമുള്ള ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പരിധിയിൽ നിൽക്കുന്ന ഒരു പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യയിൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പരാജയപ്പെടുമ്പോൾ കേരളത്തിൽ വീഴ്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഏറ്റവും അവസാനം പാലക്കാട് വിജയം പരിശോധിക്കുമ്പോൾ SDP-കാരൻ്റെ പ്രകടനം നമ്മൾ പരിശോധിക്കുമ്പോൾ SDP-കാരൻ ഞങ്ങളുടേത് 10,000 വോട്ടാണെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ പിന്നാമ്പുറത്തിലേക്ക് നോക്കുമ്പോൾ വളരെ കൃത്യമായൊരു വർഗീയ ധ്രുവീകരണം നടക്കുന്നു. ആ വർഗീയ ധ്രുവീകരണത്തിന് ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത് SDP-യും ജമാഅത്തെ ഇസ്ലാമിയും അല്ലെങ്കിൽ ലേബർ പാർട്ടിയൊക്കെ ആകുമ്പോൾ അവർ പറയുന്നിടത്തേക്ക് ഈ പറയുന്ന നമ്മൾ പല ഘട്ടങ്ങളിൽ പറയും അതിനകത്ത് അല്ലെങ്കിൽ 10% ഉള്ളൂ, 15% ഉള്ളൂ ഇസ്ലാം, അല്ലെങ്കിൽ അപ്പോൾ ഈ
പറഞ്ഞ SDP കാരെന്ന് പറയുമ്പോൾ ആ 15% വിചാരിക്കുന്നിടത്തേക്ക് മൊത്തം വോട്ടിനെ ഏകീകരിക്കാൻ സാധിക്കുന്നു. ഇതിവിടെ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല, കേരളത്തിലുടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന SDP കാരനോ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരനോ വിചാരിക്കുന്ന രീതിയിലേക്ക് ഒരു പ്രത്യേക സമുദായത്തിൻ്റെ വോട്ടിനെ മൊത്തം ഏകീകരിക്കാൻ കഴിയുമ്പോൾ അത് അപകടകരമായിട്ടുള്ള നീക്കം. ഈ അപകടകരമായിട്ടുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറുകയാണ് കോൺഗ്രസ്. അതിൻ്റെ ഗതികേട് കൊണ്ട് മാറുക. കാരണം ഈ ബാക്കിയുള്ളിടത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം ടോക്കനകത്ത് അരച്ചതുപോലെ ഘടകകക്ഷികൾ നിയന്ത്രിക്കുന്ന പാർട്ടിയായിട്ട് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് മാറുകയാണ്. അതേ രീതിയിലേക്ക് കേരളത്തിലെ മുസ്ലിം ലീഗും അല്ലെങ്കിൽ ഇതുപോലുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നിയന്ത്രിക്കുന്ന രീതിയിൽ കോൺഗ്രസ് പോവുകയാണ്. അതിനെ മറിച്ച് പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും തൻ്റെ രാഷ്ട്രീയ ഭാവി പോകുമ്പോൾ നാളെ കാലത്തെ ഒരു അധികാരത്തിൽ വരാൻ സാധിക്കത്തില്ലയോ എന്നൊക്കെ കണ്ടുകൊണ്ട് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അല്ലെങ്കിൽ ഇടയ്ക്കെങ്കിലും അതിനെ വിട്ടു പറയുന്ന KPCC പ്രസിഡന്റിനെ പോലും അങ്ങനെ പറയാൻ പാടില്ല, പറഞ്ഞു കഴിയുമ്പോൾ അയാളെ കൃത്യമായിട്ട് RSSകാരനാക്കുക. അതിനൊക്കെ ഒരു പക്ഷേ ഇതിനകത്തൊന്നും ഈ രാഷ്ട്രീയവുമായിട്ട് മുന്നോട്ട് പോകരുതെന്ന് ഒരു വട്ടം പറഞ്ഞ രമേശ് ചെന്നിത്തല RSS ആക്കി. മനസ്സിലാവുന്നില്ല. ആര് പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ സംസാരിക്കുന്നോ അവരെയൊക്കെ സംഘിപ്പട്ടം ചാർത്തി കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് പോവുകയാണ്. അതായത് അങ്ങനെ ആ ഒരു രീതിയിലേക്ക് പോകും. ഇപ്പം തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി സംഖ്യാവുക. ഈ നമ്മുടെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ സംഖ്യാവോ ഈ രീതിയിൽ ഭയപ്പെടുത്തി അല്ലെങ്കിൽ ഒരു വർഗീയ അല്ലെങ്കിൽ ഒരു ഭാഗത്തിൻ്റെ ആകമാണെന്ന് ഭയപ്പെടുത്തി അവരുടെ ഭാഗമാക്കി അവരുദ്ദേശിക്കുന്ന രാഷ്ട്രീയത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട്. അൻവറും അങ്ങനെയായിരുന്നല്ലോ, ഈ മുഖ്യമന്ത്രിയും ഗോവിന്ദനെ ഉൾപ്പെടെയുള്ളവരെ സംഘിപ്പട്ടം ചാർത്തി കൊടുക്കാനുള്ള. പക്ഷെ അത് പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിനെ നമ്മൾ അവിടെയാണ് പഠിക്കേണ്ടത്. പിണറായി വിജയൻ അൻവറിനെതിരെ പറഞ്ഞു കൊടുക്കുന്നപ്പോൾ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം അതിനകത്ത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അതിനകത്ത് രാഷ്ട്രീയത്തിനപ്പുറം വേറെ സ്ഥാനം വരും. അതിനകത്ത് അൻവറിൻ്റെ കൂടെ പൊളിറ്റിക്കൽ ഇസ്ലാം വരും, ജലീലിൻ്റെ കൂടെ പൊളിറ്റിക്കൽ ഇസ്ലാം വരും, നമ്മളീ പറയുന്ന ഷാജിയുടെ കൂടെ പൊളിറ്റിക്കൽ ഇസ്ലാം വരും. അവർക്ക് ആ പേരാണ് വിഷയം. ആ പൊളിറ്റിക്കൽ ഇസ്ലാം ഷാഫി പറമ്പിൻ്റെ കൂടെ പൊളിറ്റിക്കൽ ഇസ്ലാം വരും. ഷാഫി പറമ്പിൽ ഒരുപക്ഷെ SDP അനുഭാവി അല്ലെങ്കിൽ അതാണ്. ഇപ്പോൾ അൻവറിനെതിരെ വന്നപ്പോൾ ഉടനെ മുഖ്യമന്ത്രിക്കെതിരെ വന്നു. മുഖ്യമന്ത്രി സംഘിയാണ്. മുഖ്യമന്ത്രിയാണ് നമ്മുടെ ഒരു DGP ഉണ്ടല്ലോ അജിത്കുമാർ സംഘിയാണ്. ഇവരീ പറയുമ്പോൾ ഈ ബാക്കി ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവിൻ്റെ അടുത്ത് എല്ലാവർക്കും സംസാരിക്കാം, SDP കാരൻ്റെ അടുത്ത് സംസാരിക്കാം. RSS എന്ന് പറയുന്ന ലോകത്തോടുടനീളം ഒരു പ്രശ്നമില്ലാതെ 1064 രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ നേതാവുമായിട്ട് സംസാരിച്ചാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കാനുള്ള ആർജവം CPMന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് അന്നുണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ RSS നേതാക്കന്മാരായിട്ട് സംസാരിക്കും, നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? അപ്പോൾ അങ്ങനത്തെയുള്ളൊരു പാർട്ടി കേരളത്തിൽ ഉണ്ട് എന്ന് കണ്ടാണ് സരിനെതിരെ അവിടെ ജയിച്ചു കഴിഞ്ഞപ്പോൾ ജയിച്ചതിൻ്റെ ഭാഗമായിട്ട് പ്രകടനം നടത്തിയപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സരിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്. കാരണം അവരെ ഏത് രീതിയിൽ അവരുടെ കാര്യങ്ങൾ പൊളിച്ചു കാണിക്കാൻ ശ്രമിക്കുന്നവരെ ഏതൊക്കെ രീതിയിലേക്ക് ഇല്ലായ്മ ചെയ്യാനും അല്ലെങ്കിൽ അവരെ തേജോവധം ചെയ്യാനും ഒക്കെ നടക്കുമെന്നുള്ള രീതി അത് രാജ്യത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നടക്കുകയാണ്. ഇതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കുഞ്ഞാലിക്കുട്ടി പിണറായി വിജയൻ എടുത്ത് പറഞ്ഞത്, നിങ്ങളുടെ കാലിൻ്റെ കീഴിലെ മണ്ണൊലിച്ചു പോകുമെന്ന് നിങ്ങൾ അറിയുന്നത്. കാരണം ഇന്നലെയും കുഞ്ഞാലിക്കുട്ടിക്കെതിരെയും അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെയും പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെയും പിണറായി വിജയൻ പറഞ്ഞു. അപ്പം കുഞ്ഞാലിക്കുട്ടി പറയുന്നത് ഞങ്ങൾക്കെതിരെ പറഞ്ഞാൽ നിങ്ങളുടെ ഭാഗമായിട്ട് നാളെ കാലത്തെ നിങ്ങൾക്ക് അധികാരത്തിൽ വരാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിലനിൽപ്പുണ്ടാകത്തില്ലെന്ന രീതിയിലേക്ക് ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ അത് പറയാൻ ധൈര്യം ഉണ്ടാകുന്ന അത് പറയാൻ കപ്പാസിറ്റി ഉണ്ടാകുന്ന രീതിയിലേക്ക് ഇവിടുത്തെ മുസ്ലിം ലീഗ് മാറുകയാണ്, അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി SDP മാറുകയാണ്. അപ്പം ആ രീതിയിലേക്കുള്ള ഒരു പോക്ക്. അപ്പം അതിൻ്റെ കാര്യങ്ങൾ പുറത്ത് കാണിക്കുന്നതും അല്ലെങ്കിൽ അവർ ഒരു അധികാരത്തിൽ വന്നതിന് ശേഷം നേടിയെടുത്തതും ഇപ്പം അധികാരത്തിൻ്റെ ഭാഗമായിട്ടിരുന്നും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ടിരുന്നും ഒക്കെ കാണിക്കുന്ന കൊള്ളരുതായ്മകൾ ഈ പറയുന്ന പോലെ പുറത്തു കൊണ്ടുവരുന്നതിന് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന പാർട്ടിയായിട്ട് ഇപ്പോൾ BJP മാറുകയാണ്. ഇപ്പോൾ തന്നെ ഈ ഏറ്റവും അവസാനം BJP ഇപ്പോൾ പാസ്സാക്കാൻ പോകുന്ന ബില്ല് ഏതാ? വഖഫിൻ്റെ ബില്ല്. വഖഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വളരെ കൃത്യമായിട്ട് വെളിയിൽ കൊണ്ടുവന്ന് സുരേഷ് ഗോപിയാണ്, അല്ലെങ്കിൽ BJP ആണ്, അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന BJP ആണ്. അപ്പോൾ ഇതിനെ നശിപ്പിക്കണം, അതിൻ്റെ സംഘടനാ സംവിധാനം ഇല്ലാതാക്കണം, അതിനകത്ത് കടന്നു കയറി അല്ലെങ്കിൽ കടന്നു കയറുന്നതിന് അതിനകത്ത് നിൽക്കുന്ന ഇതിനകത്ത് കടന്നു കയറിയാൽ പോരെ. ഇപ്പോഴത്തെ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ആൾ BJPയുടെ ഭാഗമായിട്ട് നിന്നെങ്കിലും അയാളുടെ ഉദ്ദേശം ഒരു യഥാർത്ഥ ഒരു RSSകാരൻ്റെ മാനസികാവസ്ഥയൊന്നും അല്ലായിരുന്നല്ലോ. അയാൾക്ക് പൈസ വേണം, പദവി വേണം. ആ പൈസയും പദവിയും കിട്ടുന്നതിന് താമസം വരുമെന്ന് കണ്ടപ്പോൾ അത് ഏറ്റവും ആദ്യം കിട്ടുന്നിടത്തോട്ട് അയാൾ പോയി. എന്നിട്ട് ഈ സംഘടനയ്ക്ക് അതിനകത്ത് വെളിയിൽ പോയി നിന്നുകൊണ്ട് അവരുടെ ഭാഗമായിട്ട് നിന്നിട്ട് ഇതിനകത്ത് ഇന്നതാണ് നടക്കുന്നത്, ഇത് ഏറ്റവും മോശം സംഘടനയാണെന്ന് അയാളെ കൊണ്ട് പറയിക്കുമ്പോൾ അവർ പറയുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് അത് നിൽക്കുകയുള്ളൂ. അതിൻ്റെ ഭാഗമായി
ഭാഗമായിട്ട് നടക്കുന്ന ഒരു പ്രചരണമാണിത്. അതായത് അത് ഇപ്പം കോൺഗ്രസിന്റെ പരിപാടികൾ കൂടുതൽ പങ്കെടുക്കുന്ന മുസ്ലിം ലീഗിന്റെയും അത്തരത്തിലുള്ള സംഘടനകളുടെ പരിപാടിയിലാണ് കൂടുതൽ പങ്കെടുക്കുകയും അവിടെ നിന്ന് ഓരോ ദിവസവും ഇയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ഇത്രയും സ്നേഹം അനുഭവിക്കുന്നത് ഇവിടെ നിന്നാണ്, ഇവിടെ എല്ലാം ശരിയാണ്, ഇവിടെ മതേതരത്വമാണ്, മറ്റൊരാൾ മറിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടിക്കുന്നു. അത് വളരെ കൃത്യമായിട്ട് അയാളെ വിലക്കെടുത്ത് അയാളെ കൊണ്ട് പറയിക്കുകയാണ്. നമ്മൾ ഓരോ യൂട്യൂബ് ചാനലുകളൊക്കെ കണ്ടിട്ടില്ല. ഇപ്പം ഞാൻ പറയുന്നില്ല, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് നടത്തുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അദ്ദേഹം ഒരു ഹിന്ദു അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഹിന്ദുവായിട്ട് അല്ലെങ്കിൽ ഹിന്ദു പരിവേഷമുള്ള കേരളത്തിലെ ഒരു വലിയ കക്ഷിയാണ്, അല്ലെങ്കിൽ ശബരിമല ഉൾപ്പെടെയുള്ള അവിടുത്തെ തന്ത്രി കുടുംബത്തിലെ ഒരു അംഗമാണ്. പുള്ളിക്ക് വളരെ കൃത്യമായിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. അത് ആൾക്കാർ കേൾക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ആ സംസാര ശൈലിയും കാര്യങ്ങളും കേൾക്കുമ്പോൾ മനസ്സിലാകും അത് ആർക്ക് വേണ്ടി സംസാരിപ്പിക്കുന്നു, ആര് സംസാരിപ്പിക്കുന്നു. അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികൾ നമുക്ക് പരിശോധിക്കുമ്പോൾ അത് മനസ്സിലാകും. ഇത്തരത്തിലുള്ള വലിയ നിഗൂഢമായ നീക്കം, അതിന് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടിങ് ഉണ്ട്. അത് കേരളത്തിൽ ഇന്ത്യയിൽ ഉടനീളം പൊളിച്ചു കളഞ്ഞ ഒരു സംവിധാനം കേരളത്തിൽ വളരെ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു നിഷ്പക്ഷപരമായി അവർ കടന്നു കയറാൻ ശ്രമിക്കുന്നുണ്ട്. അവർ പറയുന്നത് ശരിയാണെന്ന് അവരല്ല ഇപ്പം പറയുന്നത്. അവരുടെ രാഷ്ട്രീയം പറയുന്നതിന് വേണ്ടി അവർ ഉപയോഗിക്കുന്നത് വളരെ കൃത്യമായിട്ട് നമ്മുടെ ഭാഗമാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരെ കൊണ്ട് തന്നെയാണ് പറയുന്നത്. അതിനൊരു സന്ദീപ് വാര്യരെയും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ചില ആൾക്കാരെയൊക്കെ വിലക്കെടുക്കുന്നുണ്ട്. അവർക്കിടെ ഭാഗമായിട്ട് നാളെ കാലത്തെ നമ്മൾ കൃത്യമായിട്ടൊരു ഹിന്ദു ഐഡൻറ്റിറ്റി ഉള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ ആൾക്കാർ നമ്മളെ കേൾക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ പറയാമെങ്കിൽ നമ്മൾ കോടാനുകോടി രൂപ കിട്ടും. മനസ്സിലായി? അപ്പം ഇവരുടെ അജണ്ടകൾ വളരെ രഹസ്യമായിട്ട് പാസ്സാക്കിക്കൊണ്ടിരുന്ന അജണ്ടകൾ പൊളിച്ചെഴുത്തി. അത് PFIക്കാരൻ്റെ അജണ്ട പൊളിച്ചെടുക്കുന്നു, മുസ്ലിം ലീഗുകാരൻ്റെ അജണ്ട പൊളിച്ചെടുക്കുന്നു, 2047 അവർ കോപ്പ് കൂട്ടിയ കാര്യങ്ങൾ പൊളിച്ചെടുക്കുന്നു, ഇതിന് BJP ഭാഗമാകുന്നു. അത് അപ്പോൾ അത്തരത്തിൽ ഇന്ത്യയിലുടനീളം പൊളിയുമ്പോൾ അത് കുറച്ചെങ്കിലും വെച്ച് പുലർത്താൻ സാധിക്കുന്ന ഒരിടമായിട്ടും, അല്ലെങ്കിൽ ഈ അജണ്ടകൾ നാളെ കാലത്ത് ഇന്ത്യയിലുടനീളം പടർത്തുന്നതിന് വേണ്ടി അതിനെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് കേരളം മാറുമ്പോൾ ആ കേരളത്തിൽ എങ്കിലും BJPയുടെ കടന്നുകയറ്റം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. അപ്പോൾ BJPക്ക് വെളിയിൽ നിന്ന് പൊളിക്കുന്നതിനെക്കാട്ടി നല്ലത് അതിൻ്റെ അകത്ത് കയറി പൊളിക്കുന്നതാണെന്ന് ഉള്ള ഒരു ഇത് മനസ്സിലാക്കിക്കൊണ്ട് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ തന്നെ റിപ്പോർട്ടർ രാവിലെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ആ പോസ്റ്ററുകളുടെ കയ്യെഴുത്ത് പോസ്റ്ററുകൾ ആരാണ്ട് കൊണ്ടിട്ട് ആരാണെന്നൊന്നും അറിയത്തില്ല. അത് BJPയാണ്, BJPയുടെ ഗ്രൂപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ചില ചാനലുകൾ വളരെ കൃത്യമായിട്ട്, പണ്ട് ഞാൻ ഈ കണ്ടിട്ടുള്ളത് CPMൻ്റെ ഭാഗമായിട്ടൊന്നും പറയുന്നതല്ല, CPMനെ ഇതുപോലെ നശിപ്പിക്കുന്നതിന് വേണ്ടി CPM ചെയ്ത ചില ചെയ്തികൾ തെറ്റായ ചെയ്തികളാണെങ്കിൽ പോലും അതിൻ്റെ ഭാഗമായിട്ട് നിന്ന് എത്ര കാലം ഉപദ്രവിച്ച് അതിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ ഇപ്പോൾ BJPയുടെ പുറകിൽ കൂടിയിട്ടുണ്ട്. ഇതിൻ്റെ പുറകിൽ കൃത്യമായ പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. അതുകൊണ്ട് കേരളം ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പരീക്ഷണശാലയായി മാറുന്നുണ്ടോ? ഇന്ത്യയിൽ തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പരീക്ഷണശാലയായി മാറുകയും അത് പല ഘട്ടങ്ങളിൽ ഇപ്പോൾ വിജയിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം പാലക്കാട് വിജയിച്ചില്ലേ, പല സ്ഥലങ്ങളിലും അത് വിജയിക്കുന്നുണ്ടല്ലോ. ഇവിടെ വിജയിച്ചില്ലേ, തിരുവനന്തപുരത്ത് വിജയിച്ചില്ലേ. തിരുവനന്തപുരത്ത് അന്ന് SDPക്കാരാണ് അവകാശപ്പെട്ട് രാജാവിനെ തോൽപ്പിച്ച ഞങ്ങളാണ്. അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അവർ പ്രവർത്തിക്കുകയും അവരതിൻ്റെ കെയർ ഓഫ് ഏറ്റെടുക്കുകയും ചെയ്യുകയാണ്. ഞങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങൾ നിന്നോണം, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് ൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ, ഞങ്ങളുടെ ആശയത്തിൻ്റെ കൂടെ നിന്നെങ്കിൽ അതിനെതിരെ പറയുകയും ഞങ്ങളെ എതിർക്കുകയും ഒക്കെ ചെയ്താൽ നാളെ കാലത്ത് നിങ്ങളെ ഞങ്ങൾ തോൽപ്പിക്കും, അതിനുള്ള ശക്തി ഞങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് പറയുന്ന രീതിയിലേക്ക് അവസാനം പോവുകയാണ്. അതായത് ഒരു ആർഗ്യുമെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ബലപരീക്ഷണത്തിലേക്കൊക്കെ പോവുകയാണ്. ഒരു പരിധിവരെ കേരളത്തിൽ ഇത് വിജയിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇപ്പം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ നേരത്തെ അല്ലായിരുന്ന മുസ്ലിം ലീഗ് വരെ മാറി. മുസ്ലിം ലീഗ് സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടിരിക്കുക. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് UDFനെ സമ്മർദ്ദത്തിലാക്കി. ഇപ്പം മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദത്തിന് കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം കീഴ്പ്പെട്ടിരിക്കുകയാണ്. കാരണം അവർക്ക് രാഹുൽ ഗാന്ധിക്ക് ജയിക്കണമെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ സഹായത്തിലുള്ള സീറ്റാണല്ലോ ഉപയോഗിക്കുന്നത്, അല്ല ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് ജയിക്കണമെങ്കിൽ. അപ്പോൾ അവരുടെയും പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളുടെ പൊളിറ്റിക്സിലേക്ക് മാറുകയാണ്. വളരെ ഇപ്പം BJPയുടെ പുറകിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ പൊളിക്കണം, അല്ലെങ്കിൽ BJPയുടെ വളർച്ച, അല്ലെങ്കിൽ BJPയുടെ സാധ്യത അതില്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള വളരെ കൃത്യമായുള്ള ശ്രമമാണ്. BJPക്ക് അകത്ത് കയറി അതിനുള്ള പണി നടത്തുന്നുണ്ടെന്നോ എന്ന് പോലും നമ്മൾ പരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഈ പറയുന്നത് പോലെ സുരേന്ദ്രനും അല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാർ തമ്മിലുള്ള ഒരു വിഷയമുണ്ട്. അത് പരത്തിയെടുത്ത് വെളിയിൽ കൊണ്ടുവന്ന് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി BJPക്ക് അകത്തുനിന്ന് മാത്രമല്ല മാധ്യമങ്ങളെയും അല്ലെങ്കിൽ അതിനകത്തെ ചില ആൾക്കാരെയൊക്കെ പൊളിറ്റിക്കൽ ഇസ്ലാം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പക്ഷേ അത് BJP സൂക്ഷിച്ചാൽ BJPക്ക് കൊള്ളാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.